ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹിൽ വാലി യൂട്യൂബ് ചാനലിലൂടെ കർത്താവിൻ്റെ ക്രൂശീകരണവും ക്രൂശിലെ മൊഴികളെയും കുറിച്ച് ധ്യാനിക്കുവാൻ ആ ധ്യാനത്തിൽ പങ്കുചേരുന്ന എല്ലാ ജനത്തെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രത്യേകമായ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും, സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും, യേശു എന്നെ കൈവിടില്ല, ക്ലേശങ്ങളിൽ താങ്ങിടും താൻ. യേശു എന്നെ കൈവിടില്ല, ക്ലേശങ്ങളിൽ താങ്ങിടും താൻ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികളിൽ 3-ാമത്തെ മൊഴിയാണ് നാം അല്പസമയം ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് പോകുന്നത്. അതിനാധാരമായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. യേശു താൻ സ്നേഹിച്ച ശിഷ്യനെയും തന്റെ അമ്മ മറിയയെയും തന്റെ ക്രൂശീകരണ അനുഭവത്തിലും മറന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഈ വേദഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. മാതാപിതാക്കളോട് ഏറെ സ്നേഹവും കരുതലും പുലർത്തേണ്ടതിന്റെ ആവശ്യകത യേശു തന്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ക്രൂശിൽ കഠിന വേദന അനുഭവിക്കുമ്പോഴും തന്റെ അമ്മയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ്, അമ്മയുടെ അനാഥത്വം തിരിച്ചറിഞ്ഞ് യേശു പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും അനുഗ്രഹീതമായ സുരക്ഷിത കരങ്ങളിലാണ് യേശു തന്റെ അമ്മയെ ഏൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒരായുസ് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ഒടുവിൽ അവരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങളിൽ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വേഗത്തിൽ ഈ ലോകം വിട്ടു പോകുന്നത് ഇന്ന് സർവ്വസാധാരണയായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ മറ്റൊരാൾ ഒറ്റപ്പെടുകയും അവർ ഏകാന്തത അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും ചുമതലയും
തങ്ങളുടെ പ്രിയ മക്കൾക്കുണ്ട് എന്ന് ഈ വേദഭാഗത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ പോലും കൊല ചെയ്യപ്പെടത്തക്ക വിധത്തിൽ ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ പോലും നിഷ്കരണം കൊലപ്പെടുത്തിയിട്ട് യാതൊരു അനുതാപമോ യാതൊരുവിധ മാനസിക സമ്മർദ്ദങ്ങളോ കൂടാതെ സമൂഹത്തിൽ ജീവിക്കുന്നവർ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമും ജീവിക്കുന്നത്. മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിന്റെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ്. ഭാരതീയ ചിന്ത അനുസരിച്ച് തന്നെ മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളതാണ് ഒരു ഭാരതീയ സങ്കല്പം എന്ന് പറയുന്നത്. ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് മാതാവിനും പിതാവിനും സമൂഹത്തിൽ കുടുംബത്തിൽ സമുന്നതമായ സ്ഥാനമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കാണപ്പെടുന്ന ദൈവങ്ങൾ എന്നൊക്കെ മാതാപിതാക്കളെ കുറിച്ച് നാം പറയാറുണ്ട്. എങ്കിലും പലപ്പോഴും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അകറ്റി നിർത്തപ്പെട്ടവരായി അവരോടൊരു അല്പം സമയം ചെലവഴിക്കുവാനോ അവരോടൊപ്പം ഇരിക്കുവാനോ അവരോട് അവരുടെ പ്രയാസങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനോ സ്വന്തം മക്കൾ പോലും സമയം വേർതിരിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് മൊഴിഞ്ഞ മൂന്നാമത്തെ മൊഴിയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. തൻ്റെ പ്രിയ മാതാവിനെ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തൻ്റെ അമ്മയുടെ ആ ഒരു ജീവിത അനുഭവത്തെ സുരക്ഷിതമാക്കി തീർക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ കരുതുവാനും സ്നേഹിക്കുവാനും അവരുടെ ജീവിത അവസ്ഥയിൽ അവരോടൊപ്പം നിൽക്കുവാനും മക്കളായിരിക്കുന്ന എല്ലാവർക്കും കഴിയണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശു തൻ്റെ അരിമശിഷ്യനായ യോഹന്നാന് തൻ്റെ മാതാവിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാനെ സംബന്ധിച്ച് യോഹന്നാൻ യേശുവിന്റെ പ്രിയ ശിഷ്യൻ എന്ന് പറയുമ്പോഴും യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയുടെ പുത്രൻ കൂടെയാണ് യോഹന്നാൻ. ആ യോഹന്നാൻ തൻ്റെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ളതിനേക്കാൾ ഉപരി താൻ സ്നേഹിച്ച തൻ്റെ അരിമ ശിഷ്യൻ കൂടെയായിരുന്നു. ബന്ധങ്ങളിൽ ഏറെ പ്രാധാന്യം നൽകുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. സഹോദരനെ ആഴമായി സ്നേഹിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ സഹോദര ബന്ധങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യേശു നമുക്ക് നൽകുന്നത് സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ്. കൂടാതെ തൻ്റെ അമ്മയെ തൻ്റെ അരിമശിഷ്യന് നൽകിക്കൊണ്ട് യേശു നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ മാത്രമല്ല, ആവശ്യത്തിലിരിക്കുന്ന വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരും കരുതപ്പെടേണ്ടവരാണ് എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ്. അങ്ങനെ നമ്മുടെ സഭയിൽ സമൂഹത്തില് നമ്മുടെ കുടുംബങ്ങൾക്കപ്പുറം വേദന അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന അനേകം അമ്മമാരുണ്ട്, പിതാക്കന്മാരുണ്ട്, ഏകാന്തതയിൽ വസിക്കുന്നവരുണ്ട്, ആരും ആശ്രയമില്ലാതെ കഴിയുന്നവരുണ്ട്, അകറ്റി നിർത്തപ്പെട്ടവരുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി വിവിധ ഇടങ്ങളിൽ അകറ്റി നിർത്തിയിരിക്കുന്ന അനേകരുണ്ട്, അനേക മാതാപിതാക്കളുണ്ട്. അവരെ കൂടെ കരുതുവാനും അവരെ ഒരു കൈ സഹായം അവർക്ക് നൽകി അവരെ ഒരല്പം അടുത്തോട്ട് ചേർത്ത് നിർത്തുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത്
യേശു തന്റെ മാതാവിനെ തന്റെ അരിമ ശിഷ്യനായ യോഹന്നാന് നൽകിക്കൊണ്ട് ആ യോഹന്നാന്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു സമയമാണ്. നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി അവരുടെ നല്ല നാളുകളെ അവര് നമുക്ക് വേണ്ടി ചെലവഴിച്ചു. നമ്മൾ ഉറങ്ങിയപ്പോൾ അവർ ഉറക്കമില്ലാതെയിരുന്നു. നാം നന്നായി ഭക്ഷണം കഴിച്ചപ്പോൾ അവർ വിശന്നിരുന്നു. നാം സന്തോഷിച്ചപ്പോൾ അവർ ദുഃഖിച്ചിരുന്നു. അവർ പല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ട് ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ സുഭിക്ഷമായി സന്തോഷത്തോടെ ഉല്ലാസത്തോടെ നാം ജീവിച്ചു. വാർദ്ധക്യമാകുമ്പോൾ അവരുടെ ജീവിത യാത്രയിൽ അവര് ഒറ്റപ്പെടുവാനായിട്ട് വരരുത്. അവർ വേദനിക്കുവാനായിട്ട് ഇടവരരുത്. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഒരല്പ സ്നേഹം, ഒരല്പം കരുതൽ, അവരോട് മനസ്സലിവ് അവരോട് കാണിക്കുവാൻ എല്ലാ മക്കളും ബാധ്യസ്ഥരാണ്. ആ വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന മൊഴിഞ്ഞ മൂന്നാമത്തെ മൊഴി തന്റെ അമ്മയുടെ ആ വലിയ ഉത്തരവാദിത്വം തന്റെ സ്നേഹിതനായ യോഹന്നാന് നൽകിക്കൊണ്ട് ആ വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വലിയ ഭാവം നമുക്ക് ധരിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് ധരിക്കാം. ആ കർത്താവിന്റെ വലിയ മാതൃക നമുക്ക് സ്വീകരിക്കാം. ഈ കഷ്ടാനുഭവ വാരത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഈ വചനം ക്രൂശിലൂടെ മൊഴിമുത്തുകളായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് മുൻകാലങ്ങളെ മറന്നു പോകാതെ, കടന്നു വന്ന വഴികളെ മറന്നു പോകാതെ, കരുതിയവരെ മറന്നു പോകാതെ, വളർത്തിയവരെ മറന്നു പോകാതെ ജീവിതത്തിൽ നല്ല ജീവിതത്തിന്റെ ഉടമകളായി ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഏകയായിരുന്ന തൻ്റെ മാതാവിനെ കരുതുവാൻ തക്കവണ്ണം തൻ്റെ വേദനയുടെ അനുഭവത്തിലും ക്രൂശിന്റെ കഠിന വേദനയുടെ അനുഭവത്തിലും യേശു തയ്യാറായി. ആ വലിയ മാതൃക നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ വരുന്ന നാളുകളിൽ നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ